101 ചോദ്യങ്ങൾ എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയനായ സിദ്ധാർത്ഥ് ശിവയുടെ 4ാമത്തെ ചിത്രം എന്ന നിലയിലും ഒരു കാലത്ത് മലയാളത്തിലെ പ്രമുഖ നിർമ്മാണ കമ്പനി ആയിരുന്ന ഉദയയുടെ 30 വർഷങ്ങൾക്ക് ശേഷമുള്ള തിരിച്ചുവരവ് എന്ന നിലയിലും ശ്രദ്ധയാകർഷിച്ച സിനിമയാണ് കൊച്ചവു പൗലോ അയ്യപ്പ കൊയ്ലോ. ഉദയയുടെ ബാനറിൽ കുഞ്ചാക്കോവൻ തന്നെയാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഇടുക്കി ജില്ലയിലെ ഒരു ഗ്രാമത്തിലെ സ്കൂൾ വിദ്യാർത്ഥിയായ അയ്യപ്പദാസിന്റെ ജീവിതമാണ് സിനിമ പ്രധാനമായും പറയുന്നത്. നാട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിൽക്കുന്ന പരോപകാരിയായ അജയനും അയ്യപ്പദാസും അടുത്ത ചങ്ങാതിമാരുമാണ്. നാട്ടുകാർ കൊച്ചവ്വ കൊച്ചവ്വ എന്ന് വിളിച്ച് അജയനെ തന്നെ വിളിക്കുന്നത് കൊച്ചവ്വ എന്നാണ്. അയ്യപ്പദാസിന്റെ ഒരു വലിയ സ്വപ്നമായ വിമാനത്തിൽ കയറുക എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്കുള്ള യാത്രയാണ് സിനിമ പറയുന്നത്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടായില്ലേ? എന്തൊരാഗ്രഹമാണെന്ന് നോക്കിക്കോണേ. സഹായത്തിനും കൊച്ചവയുണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ബ്രസീലിയൻ എഴുത്തുകാരനായ പൗലോ കൊയ്ലോയുടെ ആൽക്കെമിസ്റ്റ് എന്ന പുസ്തകത്തിൽ പറയുന്ന വാചകമാണ്, നമ്മുടെ മനസ്സിൽ തീവ്രമായ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ അത് സാധിക്കുവാനായി ഈ പ്രപഞ്ചം മുഴുവൻ നമ്മുടെ കൂടെ ഉണ്ടാവും എന്നത്. അയ്യപ്പദാസിന്റെ തീവ്രമായ ആഗ്രഹത്തിലേക്കുള്ള യാത്രയിലെ സിദ്ധാർത്ഥ് ശിവ മാജിക്കാണ് ഈ ചിത്രം. കൊച്ചവയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? നമ്മുടെ രണ്ടുപേരുടെയും ഒരേ ആഗ്രഹമല്ലേ? അയ്യപ്പദാസായി അഭിനയിച്ച മാസ്റ്റർ രുദ്രാഷ് ഒരു സീനിൽ പോലും കൃത്രിമത്വം തോന്നാത്ത വിധത്തിൽ ഗംഭീര പ്രകടനമാണ് കാഴ്ചവെച്ചത്. ബാല്യത്തിന്റെ നിഷ്കളങ്കതയും സംശയങ്ങളുമൊക്കെ നോട്ടം കൊണ്ടും വാക്കുകൾ കൊണ്ടും മികച്ചതാക്കി. കൊച്ചവ്വയായി അഭിനയിച്ച കുഞ്ചാക്കോവനും തന്റെ കരിയറിലെ തന്നെ മികച്ച പ്രകടനങ്ങളിൽ ഒന്നാക്കി മാറ്റി ഇതിനെ. മുത്തച്ഛനായി നെടുമുടി വേണു, മുത്തശ്ശിയായി KPS ലളിത, അമ്മയായി മുത്തുമണി, ഇവരെ കൂടാതെ സുരാജ് വെഞ്ഞാറമൂട്, അനുശ്രീ, മുകേഷ്, അജു വർഗീസ്, മണിയമ്പൾ രാജു തുടങ്ങിയവരും പ്രധാന വേഷത്തിലെത്തി. മികവുറ്റ പ്രകടനങ്ങൾ കൊണ്ട് സിനിമയെ സമ്പന്നമാക്കുന്നു. സത്യത്തിൽ ആരാ കൊച്ചവു പൗലോ കൊയ്ലോ? കൊയ്ലോ പറഞ്ഞത് ശരിയാണോ? മലകളും കുന്നും പുഴയും കുളവും ഒക്കെ നിറഞ്ഞ ഗ്രാമീണ കാഴ്ചകൾ കൊണ്ട് സമ്പന്നമാക്കുന്നതിൽ ഛായാഗ്രാഹകൻ വഹിച്ച പങ്കും വളരെ വലുതാണ്. പ്രകൃതിയുടെ സൗന്ദര്യത്തെ ഒപ്പിയെടുത്ത ക്യാമറ കാഴ്ചകൾ തിയേറ്ററിൽ ആനന്ദം നിറയ്ക്കുന്ന കാഴ്ചകളാണ്. സിനിമയുടെ നല്ല മൂഡ് നിലനിർത്തുന്നതിൽ പശ്ചാത്തല സംഗീതവും ഗാനങ്ങളും സന്ദർഭോചിതമായി. ഗാനങ്ങൾ കഥ ആവശ്യപ്പെടുന്നത് തന്നെയാണ് എന്നത് ഏറ്റവും ശ്രദ്ധേയം. കുടുംബത്തിനും കുട്ടികൾക്കും പ്രാധാന്യം നൽകിയാണ് ചിത്രം എടുത്തിരിക്കുന്നത്. നന്മയുടെ നാട്ടിൻപുറങ്ങളുടെ ശക്തമായ അവതരണം ചിത്രത്തിൽ കാണാം. സങ്കടങ്ങളും പരാധീനതകളും നിറഞ്ഞ ജീവിതത്തെ കാണിക്കാൻ അവസരം സംവിധായകൻ ഉള്ളപ്പോൾ തന്നെ അതിനെ കവച്ചു വെച്ചുകൊണ്ട് വളരെ പോസിറ്റീവായാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. അയ്യപ്പദാസിന്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി പ്രേക്ഷകനെയും കൂടെ കൂട്ടുന്ന അവസ്ഥ തിയേറ്ററിൽ ലഭിക്കുക എന്നത് ചെറിയ കാര്യമല്ല. ഓരോ തളർച്ചയിൽ നിന്നും തീക്ഷ്ണമായ ആഗ്രഹത്തിലേക്കും ലക്ഷ്യത്തിലേക്കുമുള്ള യാത്രയിൽ ലോകം മുഴുവൻ കൂടെ നിൽക്കുമെന്നുള്ളത് അനുഭവിച്ചറിയാം. പൗലോ കൊയ്ലോയുടെ വാക്കുകളെ അന്വർത്ഥമാക്കുമ്പോഴും അതിനുമേലെ ഒരു ചെറിയ കൂട്ടിച്ചേർക്കൽ കൂടെ ആവുമ്പോൾ സംവിധായകന്റെ കയ്യൊപ്പ് പൊതിഞ്ഞ മികച്ച ചിത്രമാവുന്നു കൊച്ചവു പൗലോ അയ്യപ്പ കൊയ്ലോ. If you want something, the whole universe conspires in helping you achieve it. ഗ്രാമീണ അന്തരീക്ഷവും അവസാന രംഗത്തുള്ള പുഴയിലെ കാഴ്ചകളും ഒക്കെ വളരെ മികച്ചു നിന്നു. ടെക്നോളജികൾ വളർന്നു പന്തലിക്കുന്ന കാലത്തും കുടുംബബന്ധത്തിന്റെ ആഴവും പരപ്പും ഇനി വരുന്ന തലമുറയെ എങ്ങനെ സ്വാധീനിക്കുമെന്നതും ചിത്രം വ്യക്തമായി കാണിച്ചു തരുന്നു. കഥാഗതിയിൽ അസ്വാഭാവികത തോന്നിയത് മദ്യപാനിയായ സുശീലൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച സുരാജ് വെഞ്ഞാറമൂടിന്റെ പ്രകടനത്തിലാണ്. കഥാഗതിയിൽ നിർണായകമായി പങ്കുവഹിക്കുന്നുവെങ്കിലും പലപ്പോഴും തിരക്കഥയിലെ ഏച്ചുകെട്ടിയ അവസ്ഥ പോലെ തോന്നി. പലപ്പോഴും കഥയുടെ സ്വാഭാവികമായ ഒഴുക്കിനെ അത് ബാധിക്കുന്നുണ്ട്. പൗലോ കൊയ്ലോ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ മനസ്സിൽ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ അത് സാധിച്ചു തരാൻ ഈ ലോകം മുഴുവൻ നമ്മുടെ കൂടെ നിൽക്കുമെന്ന്. വൈകാരികമായ രംഗങ്ങളെ സന്തോഷത്തിന്റെ തലത്തിലേക്ക് പ്രേക്ഷകനെ കൂടെ എത്തിക്കുന്നതിൽ സംവിധായകൻ വഹിച്ച പങ്ക് വളരെ വലുതാണ്. കുട്ടികൾക്കൊപ്പം കുടുംബത്തിനും കൂടെയാണ് ഈ ചിത്രം. തീവ്രമായ ആഗ്രഹത്തിലേക്കുള്ള യാത്ര തീർച്ചയായും മനസ്സ് നിറയ്ക്കും. ധൈര്യമായി ടിക്കറ്റ് എടുക്കാം. മനസ്സ് നിറഞ്ഞു തുളുമ്പുന്ന തിയേറ്റർ കാഴ്ചകളിലേക്ക് ഒരു സിദ്ധാർത്ഥ് ശിവ മാജിക്. നിങ്ങൾക്കും ഈ ചിത്രത്തെ വിലയിരുത്താം. അതിനുള്ള മൊബൈൽ ആപ്ലിക്കേഷനാണ് സിനിബി. മൂവി ബൈറ്റിന്റെ സിനിമാ റിവ്യൂകൾ നിങ്ങൾക്ക് സിനിബിയിലും കാണാം. സിനിബിയിൽ ഈ ചിത്രത്തിന് ഞാൻ നൽകുന്ന റേറ്റിംഗ് 85. കൂടുതൽ വീഡിയോസിനായി മൺസൂൺ മീഡിയയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നമസ്കാരം. ഓണാശംസകൾ.